92,000 കിടന്നു സ്വർണം. കൊടുത്തേ കൂടി കഴിഞ്ഞാൽ സ്വർണം മേടിക്കില്ലല്ലോ. ഈ 2 പെണ്ണുകളെ ഞാൻ എങ്ങനെ കെട്ടിച്ചേക്കും ദൈവമേ. അച്ഛന്റെ മിഠായി കുട്ടികൾ വന്നാ ശാലി പിള്ളേരെ ചായ കൊടുക്ക്. ഉറക്കം എനിക്കൊന്നൊരു ഉറക്കം മതി. എഴുന്നേറ്റോ രണ്ടാളും? അതെ, ഇനി ഈ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് എഴുതാനുള്ളതൊക്കെ എഴുതിക്കോണം. ചായ കിട്ടുവോ? ഒന്ന് എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വാസത്തെ, എന്നിട്ടേ ഞാൻ ചായ തരുന്നുള്ളൂ. എന്നാ വിഷ്ണു ഇത്? അതൊന്നുമല്ല മക്കളെ, നിങ്ങളുടെ ഉറക്കം പോകാൻ വേണ്ടിട്ടല്ലേ. ശരി, ഇനി ഉറക്കം പോയില്ലെന്ന് വേണ്ട. വാ ബപ്പി, മുഖം എങ്കി മുഖം. ഇനി കുളിക്കാൻ പറയാവോ? ചായ കൊടുത്തോളൂ പിള്ളേരല്ലേ. വിഷ്ണുവേട്ടനാ ഇവരിങ്ങനെ കൊഞ്ചിച്ചും ഇങ്ങനെ പറഞ്ഞും വഷളാക്കുന്ന. ഒരച്ഛൻ വന്നേക്കുന്നു, മനഃപൂർവ്വം. ചായ ഇതുവരെ കൊണ്ടുവന്നില്ലേ? പിള്ളേര് വന്നു. അമ്മയുടെ ഒരു കാര്യം എന്തൊരു കഷ്ടാ. എന്നാ പിന്നെ ഈ ചായ കുടിച്ചോ. അത് അച്ഛന് തന്നെയല്ലേ, അച്ഛൻ തന്നെ കുടിച്ചോ. അതെ, പെമ്പിള്ളേരാ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ശീലിക്കണം. ഞങ്ങളൊക്കെ ഈ പ്രായത്തിലെ അടുക്കളയിൽ പകുതി പണി കഴിഞ്ഞിട്ടുണ്ടാവും. നേരത്തെ പണിയൊക്കെ ഒതുക്കിയാലേ പഠിക്കാനുള്ള സമയം കണ്ടെത്താൻ പറ്റൂ. അതെ, നിങ്ങളോട് മറ്റൊന്നും പറയുന്നില്ലല്ലോ, പഠിക്കാനല്ലേ പറയുന്നുള്ളൂ. അങ്ങനെ അമ്മയെ പോലെ പഠിച്ചാലേ വലിയ ജോലിയൊക്കെ നേടാൻ പറ്റുള്ളൂ. മനസ്സിലായി മക്കൾക്ക്? ഞങ്ങൾക്ക് അമ്മയെ പോലെ പഠിക്കണ്ട, അച്ഛനെ പോലെ പഠിച്ചാ മതി. എങ്കിൽ പിന്നെ നന്നായി. പ്രത്യേകിച്ച് ഒരു ജോലി നോക്കി നടക്കണ്ടല്ലോ. അതിനുവേണ്ടി സമയവും കളയണ്ട, കിട്ടില്ലല്ലോ. ആരോ വന്നിട്ടുണ്ടല്ലോ. ഞാൻ പോയി നോക്കാം. ഞാനും വരാം. ഇതാരണോ ഈ രാവിലെ?